നമസ്കാരം. ഞാൻ ചാത്തന്നൂർ എംഎൽഎ GS ജയലാൽ. നമ്മുടെ ഒട്ടുമിക്ക സർക്കാർ സേവനങ്ങളും ഇപ്പോൾ ഓൺലൈനായിട്ട് ലഭിക്കുന്ന കാലമാണ്. എന്നിരുന്നാലും നമ്മുടെ സാധാരണ മനുഷ്യരുടെ ഇടയിൽ ഈ സേവനങ്ങൾ എങ്ങനെയാണ് ലഭിക്കുക, എങ്ങനെയാണ് അതിന് അപേക്ഷിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണക്കുറവ് ഈ ഡിജിറ്റൽ യുഗത്തിൽ നിലനിൽക്കുകയാണ്. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എങ്ങനെയാണ് സർക്കാർ വകുപ്പുകളിൽ നിന്ന് ഈ സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ആരംഭിച്ച വളരെ ലളിതമായി അവതരിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ജനപക്ഷം ചാത്തന്നൂർ. ഈ ജനപക്ഷം ചാത്തന്നൂർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കാമെന്നാണ്. നമ്മൾ ഇന്നിവിടെ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ആപ്ലിക്കേഷനാണ് കൊടുക്കാൻ കാണിക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞു, ഇഡിസ്റ്റിക് എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എടുക്കേണ്ട ബ്രൗസർ എന്ന് പറയുന്നത് മോസില്ല ഫയർഫോക്സ് ആണ്. ഇവിടെ കാണുന്ന മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്ന ബ്രൗസറാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. കാരണം ഈ ഡിസ്ട്രിക്ട് വെബ്സൈറ്റിനുള്ളത്തുള്ള എല്ലാ ഫംഗ്ഷനുകളും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോസില്ല ഫയർഫോക്സ് തന്നെയാണ് വേണ്ടത്. അതിൽ ഞാൻ ഈ ഡിസ്ട്രിക്ട് എന്ന വെബ്സൈറ്റ് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്തു സൈൻ ഇൻ ബട്ടൺ. ഇങ്ങനെ സൈൻ ഇൻ ചെയ്യുന്ന കാര്യമെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്നതാണ്. ഇങ്ങനെ ലോഗിൻ ചെയ്യുന്നു വരുന്ന സ്ഥലത്ത് സർട്ടിഫിക്കറ്റ് സർവീസസിനകത്ത് ഇൻകം എന്നൊരു ഓപ്ഷനുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് സേവനം നേടേണ്ടത്. പക്ഷേ അവിടെ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു പോർഷനുണ്ട്. ഇവിടെ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ഒരു ആപ്ലിക്കേഷൻ്റെ നടത്തിയിരിക്കണം. അവിടെ പേര്, മറ്റ് വിവരങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത്, വീട്ടുപേര്, എല്ലാ വിവരങ്ങളും ചേർത്ത്, നമ്മുടെ വീട്ടിലെ എല്ലാ വിവരങ്ങളും ചേർത്ത്, ഒപ്പം റേഷൻ കാർഡ് നമ്പർ, പാസ്പോർട്ട് നമ്പർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടൂ. ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് സർവീസിൽ പോയിട്ട് ഒരു സാക്ഷ്യപത്രം നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്തെടുക്കാൻ പറ്റൂ. ഞാനിതെല്ലാം ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പറിൻ്റെ വിവരങ്ങളാണ്. ഞാൻ തൽക്കാലം ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തതാണ്. അത് ചെയ്യുന്നതിന് ഇവിടെ ഞാൻ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്കൊരു രജിസ്ട്രേഷൻ നമ്പർ തരും. ആ കിട്ടുന്ന നമ്പർ ഇതാ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഏത് സർട്ടിഫിക്കറ്റ് എടുത്താലും നമുക്കവിടെ ഇടതുഭാഗത്ത് ഈ പോർഷനിലായിട്ട് രജിസ്റ്റർ നമ്പർ എന്ന് ചോദിക്കുന്നിടത്ത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. അത് നമുക്ക് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലോഗിനിൽ നിന്ന് മറ്റാർക്കെങ്കിലും ഒക്കെ സർട്ടിഫിക്കറ്റ് ചെയ്ത് സഹായിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്. നേരെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് സർവീസ് എടുത്തു, ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുത്തു. നേരെ രജിസ്ട്രേഷൻ നമ്പറിൽ എൻ്റെ പേര് കണ്ടു, സർട്ടിഫിക്കറ്റ് പർപ്പസ് സ്റ്റേറ്റ് പർപ്പസ് കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോസില്ല ഫയർഫോക്സ് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. കാരണം ഈ സർട്ടിഫിക്കറ്റിൽ കുറേയധികം ഫംഗ്ഷനുകൾ കൃത്യമായി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോസില്ല ഫയർഫോക്സ് തന്നെ വേണം. ഞാൻ കൊടുക്കുന്നു, എൻ്റെ ഫാമിലി ഇൻകമാണ് വരുന്നത്. അപ്പം ഞാൻ ഓരോ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഇൻകം കൊടുത്തു, സെൽഫ് ഒരു ഇൻകം കൊടുത്തു. എന്നിട്ട് ഞാൻ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എവിടെയെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിവരം എനിക്കിവിടെ കാണിക്കാം. ഏരിയ കൊടുത്തു. സേവ് ആൻഡ് ഫോർവേഡ്. ഇത്രയും കഴിയുമ്പോൾ അപേക്ഷ, അഫിഡവിറ്റ്, എന്തെങ്കിലും ഇൻകം കാണിക്കുന്ന ഡോക്യുമെന്റ് ഇതൊക്കെ ചോദിക്കും. ഞാൻ അഫിഡവിറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും നാളും നമുക്കില്ലാത്ത ഒരു ഡോക്യുമെന്റാണ് ഈ അഫിഡവിറ്റ്. ഓരോന്നും ഫില്ല് ചെയ്തതിന് ശേഷവും സേവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് അവിടെ അപ്ലോഡ് ആവും അഫിഡവിറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം തൊട്ട് താഴോട്ട് ആ അഫിഡവിറ്റ് ഇനി വന്നു എന്നാണ്. നമ്മുടെ പട്ടയം, ലാൻഡ് ടാക്സ്, പട്ടയം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡോക്യുമെന്റ് ആണേ. ലാൻഡ് ടാക്സ് റെസീപ്റ്റ് ഒക്കെ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്കിത് പിന്നെയും അപ്ലോഡ് ചെയ്യേണ്ട. ഓരോ പ്രാവശ്യവും ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട. അതായത് ഇവിടെ ഈ ലിസ്റ്റ് വന്ന് നോക്കിയാൽ എന്തൊക്കെ ഉണ്ടെന്ന്, എന്നാണ് അപ്ലോഡ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുകയും ചെയ്യാം. ഇവിടെ വ്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണുകയും ചെയ്യാം. ഇത്രയും വെച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്ന ഇത് കൊടുത്തു. മേക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. മേക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഞാൻ QR കോഡ് എടുത്തു. സെലക്ട് QR കോഡ്, മേക്ക് പേയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ QR കോഡ് ഒളിഞ്ഞു വരും. എനിക്ക് എൻ്റെ ഏതെങ്കിലും ഒരു ഗൂഗിൾ പേയോ ഫോൺ പേയോ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം. ഞാനിപ്പോൾ
ശരിക്കും പറഞ്ഞാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒരാവശ്യമില്ല, അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ അപ്ലൈ ചെയ്ത സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് എടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് ഞാൻ വീണ്ടും സർട്ടിഫിക്കറ്റ് സർവീസസ് വന്നു. ട്രാക്ക് മൈ സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ. ഞാൻ കൊടുത്ത സർട്ടിഫിക്കറ്റ് അപേക്ഷകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഏതൊക്കെ കാലയളവിൽ ഞാൻ കൊടുത്തു എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കാലയളവെല്ലാം എനിക്ക് അറിയാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ 2024 ജനുവരി 1 മുതൽ കൊടുത്ത അപേക്ഷകളുടെ എല്ലാം ലിസ്റ്റ് കിട്ടും. അതിൽ നിന്ന് ഈ സംഗീതം എന്ന് പറയുന്ന ഒരു ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് അവിടെ സർട്ടിഫിക്കറ്റ് കണ്ടോ, സർട്ടിഫിക്കറ്റ് കാണാൻ കഴിയുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് പ്രിൻ്റ് എടുക്കാം, സിമ്പിളായിട്ട് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വില്ലേജ് ഓഫീസർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ ഇവിടെ ഡേറ്റ് ഞാൻ സെലക്ട് ചെയ്തെടുത്തത് പഴയ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഡിഫോൾട്ടായിട്ട് 1-2 ദിവസത്തിനകത്തുള്ളൊരു ഡേറ്റ് തന്നെ ആയിരിക്കും, ഒരു മാസത്തിനകത്തുള്ള ഡേറ്റ് ആയിരിക്കും കാണിക്കുന്നത്. ആ ഡേറ്റ് വെച്ച് തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാം. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇത്രയും, അതായത് വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡോക്യുമെൻറ്റുകൾ കൊടുക്കാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അഫിഡവിറ്റ് ആണ്. ഇതാണ് അഫിഡവിറ്റ്. ഈ ഒരു അഫിഡവിറ്റ് നിർബന്ധമായും സർക്കാർ ഇപ്പോൾ അഫിഡവിറ്റ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഫിഡവിറ്റ് എഴുതുന്നതിനുള്ളൊരു മാതൃകയും കൂടി നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് നോക്കി എഴുതിയെടുത്താൽ മതി. ചുരുക്കി പറഞ്ഞാൽ അഫിഡവിറ്റ് എഴുതുന്നതിന് പോലും മറ്റൊരാളുടെ സഹായം തേടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതും കൂടി ചെയ്തിട്ടിരിക്കുന്നത്. ഈ ഒരു അഫിഡവിറ്റ് ഉണ്ടെങ്കിൽ ഏതൊരു വില്ലേജ് ഓഫീസർക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് വളരെ സിമ്പിളായിട്ട് ഒരു അന്വേഷണം നടത്തി നിങ്ങൾക്ക് അനുവദിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.